ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 5ാമത്തെ പാഠഭാഗമായ ഫൂൽ എന്ന കവിതയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കവിത എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാംധരഷ് മിശ്ര ആണ്. നമുക്ക് ആദ്യം കവിയെ ഒന്ന് പരിചയപ്പെടാം. डॉक्टर रामधरश मिश्र हिंदी के प्रतिष्ठित साहित्यकार है. ഡോക്ടർ രാംധരഷ് മിശ്ര ഹിന്ദിയിലെ പ്രശസ്തനായ സാഹിത്യകാരനാണ്. വേ സമർത്ഥ കവി, ഉപന്യാസ്കാർ അവർ കഹാനികാർ ഹെ. അദ്ദേഹം കവിയും ഉപന്യാസ്കാർ നോവലിസ്റ്റും കഹാനികാർ കഥാകൃത്തുമായിരുന്നു. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. അദ്ദേഹത്തിൻ്റെ ജന്മം എവിടെയായിരുന്നു? ഉത്തർപ്രദേശിൽ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളെ ഒന്ന് വായിക്കാം. പക്ക് ഗയി ഹെ ധൂപ്പ്, ബാരിഷ് മേ ഫീഗ്തെ ബच्चे, പാനി കെ പ്രാചീർ, ജൽ ടൂട്ടത്താ ഹുവ ആദി ഉൻകി പ്രമുഖ രചന ഹെ മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ. വ്യാസ് സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സെ വേ സമ്മാനിത് ഹെ. അദ്ദേഹത്തിന് അപ്പോൾ സാഹിത്യ അക്കാദമി പുരസ്കാരവും വ്യാസ സമ്മാനവും ഒക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. കവിതയിലേക്ക് പോകാം. ബാസാർ മേ സജ പ്ലാസ്റ്റിക് കെ ഫൂലോं का ഉദ്യാൻ. ബാസാർ എന്താണ്? ചന്തയല്ലേ. കവി ചന്തയിൽ കാണുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. ബാസാർ മേ സജ, ബാസാർ അലങ്കരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് ഫൂലോं का ഉദ്യാൻ, പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടൊരു പൂന്തോട്ടമാണ് കവി അവിടെ കാണുന്നത്. ക്യാ ഗസബ് കി രംഗത്ത് ഹെ. ഗസബ് എന്താണ്? അനോഖ, മനോഹരമായത് എന്നൊക്കെ അർത്ഥം വരും. കൂട്ടുകാർ വേർഡ് മീനിങ്ങും കൂടി എഴുതി വയ്ക്കുക. രംഗത്ത് എന്ന് പറഞ്ഞാൽ അലഗ്, അലങ്ക്, രംഗവും വാല എന്നർത്ഥം. പല പല നിറത്തിലുള്ളത്. ജയ്സെ ബിന മോസം ബഹാർ ആ ഗയി ഹോ. ബിന മോസം എന്താണ്? സീസൺ അല്ലാത്ത സമയമാണ്. ബഹാർ വസന്തം. കവിക്ക് എങ്ങനെ തോന്നി? സീസൺ അല്ലാത്ത സമയത്ത് അവിടെ വസന്തം വന്നതുപോലെ തോന്നി. ന മിട്ടി, ന മിട്ടി ഗോഡിനേക്ക് സമസ്യ. ന മിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണ് വേണ്ട. പ്ലാസ്റ്റിക് പൂവിന് എന്താവശ്യമില്ല? മണ്ണ് ആവശ്യമില്ല. മണ്ണ് വേണ്ട. മിട്ടി ഘോടന എന്ന് പറഞ്ഞാൽ മണ്ണ് കിളയ്ക്കുക. മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യകതയുമില്ല. ന ഖാദ്, വളം വേണ്ട. ന പാനി, വെള്ളവും വേണ്ട. ന ചിടിയവും സേ രഖ്വാലി, പൂക്കളെ, ചിടിയ എന്താണ്? പക്ഷികൾ, പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുമില്ല. ന മോസം ക ഇന്തസാർ, സീസൺ വരുന്നത് കാത്തിരിക്കേണ്ട, അതായത് വസന്തം വരുന്നത് കാത്തിരിക്കേണ്ട. ഏക് ഹി ഭാവ് സേ, ഒരേ ഭാവത്തിൽ. ഹമേഷ ദഹക്കത്തെ രഹത്തെ ഹെ യെ ഫൂൽ, എപ്പോഴും ദഹക്കിന ശോഭിക്കുക, എപ്പോഴും ശോഭിച്ചിരിക്കും ഈ പൂല്. കാരണം എന്താണ്? അത് പ്ലാസ്റ്റിക് പൂവാണല്ലേ. മേ ഇനെ ദേർ തക് ദേഖ്താ രഹ, ഞാൻ ഒരുപാട് നേരം ഈ പൂക്കളെ നോക്കിക്കൊണ്ട് നിന്നു. ഫിർ ആങ്കോ മേ ഉത്തരാ ഗയെ ചൂഫത്തെ ഹുയെ സെ അപ്പനെ ആംഗൻ കെ ഖിലത്തെ മുർച്ചാത്തെ ഫുൽ. ഇവിടെ രണ്ടാമത്തെ വരിയുടെ അർത്ഥം ആദ്യം എടുക്കണം കൂട്ടുകാരെ. ഇത്രയും കുറേ നേരം ഈ പൂക്കളെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് വന്നത്? അപ്പനെ ആംഗൻ കെ ഖിലത്തെ മുർച്ചാത്തെ ഫൂൽ, തൻ്റെ വീട്ടുമുറ്റത്ത് ഖിലത്തെ മുർച്ചാത്തെ വിരിഞ്ഞും വാടിപ്പോയതുമായ പൂക്കളെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ഫിർ ആങ്കോമെ, ആ പൂക്കളെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, ഉത്തരാഗയെ കണ്ണുകളിലേക്ക് തുളർച്ചു കയറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രേ അർത്ഥമുള്ളൂ. അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലെ ആ പൂക്കളെ, മുറ്റത്തെ നിൽക്കുന്ന പൂക്കളെ ഓർമ്മ വന്നു. അത് എന്താണ്? വിരിയുകയും വാടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ കവി എന്ത് ചെയ്തു? കർ പഹുഞ്ചത്തെ ഹി ഉനിയും ഉഖാട് ഫേഗ. ഉഖാട് ഫേഗ എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക. വീട്ടിലെത്തിയപ്പോൾ തന്നെ കവി തൻ്റെ വീട്ടുമുറ്റത്തെ പൂക്കളെ പിഴുതെറിഞ്ഞു. അവർ ദഹക്കത്തെ ബാസാർ കോ സജാദിയ. ഇവിടെ ദഹക്കത്തെ ബാസാർ, ശോഭിച്ച് നിൽക്കുന്ന ബാസാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥം? നമ്മുടെ പ്ലാസ്റ്റിക് പൂക്കളെയാണ് ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ടുവന്ന് അവിടെ അലങ്കരിച്ചു. എങ്ങനെ? എവിടെയാണ്? ഘർക്കെ പൂരെ അന്തരാലമേ. അന്തരാൽ എന്താണ്? ജഗഹ് അല്ലെങ്കിൽ സ്ഥലം. വീട്ടിലെ മുഴുവൻ സ്ഥലത്തും പൂക്കളെ, പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചു. ദിൻ ബീത്തെ, ദിവസം കഴിഞ്ഞു. മഹീനെ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മോസം ബീത്തെ, ഋതുക്കൾ കഴിഞ്ഞു പോയി. സാരാഘർ ഏകരസ് ഇൻ രംഗോമേ ഡൂബ് രഹ. ഏക രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഏക ജൈസ എന്നേ അർത്ഥമുള്ളൂ കൂട്ടുകാരെ. സാരാഘർ, വീട് മുഴുവനും ഈ പൂക്കളെ കൊണ്ട് നിറഞ്ഞു.
ബാക്കി സ്റ്റാൻസയിലേക്ക് നോക്കാം. ഹവാവോനെ കഹ, ഹവാവോ അറിയാലോ കൂട്ടുകാർക്ക്, കാറ്റ് വന്നു പറഞ്ഞു, ഹമേ ഗന്ധ് ചാഹിയെ, നമുക്ക് സുഗന്ധം വേണം. മേം ചുപ്പ് രഹ, ഇവിടെ മേമാരാണ്, പോയറ്റാണ്, കവി നിശബ്ദനായിരുന്നു. അടുത്തതാരാ വന്ന, മധുമക്യം തേനീച്ചകൾ വന്നു പറഞ്ഞു, ഹമേ രസ് ചാഹിയെ, നമുക്ക് തേൻ വേണം. കവി എന്താ ചെയ്തത്, മേ ചുപ്പ് രഹ, നിശബ്ദനായി നിന്നു. തിത്തലിയോനെ കഹ, ചിത്രശലഭം വന്ന് പറഞ്ഞു, ഹമേ കോമൽ സ്പർശ ചാഹിയെ, നമുക്ക് കോമൽ സ്പർശം എന്താണ്, മൃദുവായ സ്പർശം, പൂക്കളുടെ മൃദുവായ സ്പർശം ആവശ്യമുണ്ട്. മേം ചുപ്പ് രഹ, കവി മിണ്ടാതെ നിന്നു. കവിയുടെ അമ്മ വന്ന് പറഞ്ഞു, മാനെ കഹ, എന്താ പറഞ്ഞത്, മുझे പൂജ കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജ ചെയ്യാൻ, പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം. അത് കേട്ടിട്ടും കവി എന്ത് ചെയ്തില്ല, മിണ്ടിയില്ല. മേം ചുപ്പ് രഹ. പത്നീനെ കഹ, ഭാര്യ പറഞ്ഞു, മുझे വേണി കേലിയെ ഫൂൽ ചാഹിയെ, വേണി എന്താണ്, മുടിയാണേ, മുടിയിൽ ചൂടാൻ വേണ്ടി പൂ വേണം. മേം ചുപ്പ് രഹ, കവി മിണ്ടാതെ നിന്നു. ലേക്കിൻ ജബ് ബച്ചേനെ കഹ ബാപ്പു മുझे ഫൂൽ ചാഹിയെ, പക്ഷേ കുട്ടികൾ വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്, അച്ഛാ എനിക്ക് പൂ വേണം, എന്തിനാ, ഫൂലോങ്കി പെഹച്ചാൻ കേലിയെ, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി. തോ മേ ചുപ്പന രഹസക്ക, അപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാ ഹാക്കർ ഉട, ഹാ ഹാക്കർ ഉട എന്ന് പറഞ്ഞാൽ ഹൃദയം നിലവിളിച്ചു, കരയുക എന്നർത്ഥം. ഹായ് മേനെ ക്യാ കർ ദിയ, ഞാൻ എന്താണ് ചെയ്തത്. ബച്ചെ ഫൂലോങ്കി പഹച്ചാൻ സെ വഞ്ചിത് ഹോ ഗയി, വഞ്ചിത് ഹോന എന്നിവിടെ അർത്ഥം എന്താ കൂട്ടുകാരെ, ഡിനൈഡ് അല്ലെങ്കിൽ നിഷേധിക്കുക. പൂക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് നിഷേധിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തത്. മേനെ പ്ലാസ്റ്റിക് കെ സാരെ ഫൂൽ തോട് ഡാലെ, അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ പൂക്കളും പിഴുതു കളഞ്ഞു അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു. അവർ ഫാവഡ ലേക്കർ, ഫാവഡ എന്താണ്, തൂമ്പ. അപ്പനെ ആങ്കൻകി മിട്ടി സെ ചൂച്ചിനെ ലഗ, ആങ്കൻകി മിട്ടി, മുറ്റത്തെ മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി. ഇവിടെ വേർഡ് മീനിങ് ചൂച്ചിന എന്ന് പറഞ്ഞാൽ സംഘർഷകരന എന്നാണ്. ഇവിടെ ഇപ്പോൾ സംഘർഷകരന എന്ന് അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ, മണ്ണ് കിളയ്ക്കാൻ തുടങ്ങിയെന്ന് മാത്രം അർത്ഥം എടുക്കുക. അപ്പോൾ ഇത് കണ്ട് പ്രകൃതിയുടെ പ്രതികരണം എന്തായിരുന്നു, മണ്ണ് കിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ മിട്ടി മുസ്കുരായി, മണ്ണ് പുഞ്ചിരിക്കാൻ തുടങ്ങി. ഹവ കിൽക്കിലാന, അതെ കാറ്റ് സന്തോഷിച്ചു. ജൽ കൽക്കൽ ഗാനേ ലഗ, ഇത് കണ്ട് ജലം എന്തായിരുന്നു, കളകളാരവം മുഴക്കി. കൂട്ടുകാർക്ക് കവിത ഇഷ്ടപ്പെട്ടല്ലോ. ഇതിനകത്ത് എന്താ ഒരു സന്ദേശം, പ്ലാസ്റ്റിക് പൂക്കളുടെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ മുറ്റത്തുള്ള പൂക്കളുടെ ഗുണം ആണ് ഇവിടെ കവി പറയുന്നത് അല്ലേ. പ്ലാസ്റ്റിക് പൂക്കളുടെ ദോഷവുമാണ് ഇവിടെ പറയുന്നത്. കൂട്ടുകാർക്ക് കവിത മനസ്സിലായല്ലോ. കൂട്ടുകാർക്ക് എൻ്റെ കവിത, അതായത് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you for watching Sega Studies.